ആത്മബന്ധു. ഉണർന്നെഴുന്നേൽക്കുക, കണ്ണുകൾ തുറക്കുക, ഈ ദിവസത്തെ നോക്കിക്കാണുക. മനോഹരമായ പ്രഭാതം, മനോഹരമായ ദിവസം, ഒരുപാട് നന്മകൾ സംഭവിക്കാൻ പോകുന്ന പകൽ. ഇതൊക്കെ ഒരു പ്രഭാതത്തിൻ്റെ നല്ല ചിന്തകളാണ്. എന്നാൽ ഒന്ന് ഓർത്തു നോക്കൂ, കണ്ണുകൾ തുറന്നാൽ നമ്മൾ കാണുന്നത് പൊടിയും വലയുമുള്ള പുസ്തകങ്ങളും അലങ്കോലമായി കിടക്കുന്ന ഒരു മുറിയുമൊക്കെയാണെങ്കിലോ, ആ മുറിയിലേക്ക് കണ്ണു തുറന്നുകൊണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദത്തെ, ഈ സംഗീതത്തെ ആസ്വദിക്കാൻ സാധിക്കുമോ? എനിക്ക് സ്വസ്ഥത വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളാണോ വരിക? അല്ല, നമ്മളെവിടെയോ ഒരു സംഗീതത്തിന് കാതോർക്കും. നമുക്ക് പ്രിയപ്പെട്ടതായ എന്തൊക്കെയോ നമ്മളെ തേടി വരുന്നതായി സങ്കല്പിക്കും, അല്ലേ? ഇതുപോലെയാണ് ജീവിതവും ചിന്തകളുമൊക്കെ. നമ്മുടെ ചിന്തകൾ വല്ലാതെ വലിച്ചു വാരിയിട്ട മാലിന്യങ്ങൾ പോലെ, ഒരടുക്കും ചിട്ടയും ഇല്ലാത്തൊരു മുറി പോലെയാണെങ്കിലോ, ആ ചിന്തകൾ ഒരിക്കലും സ്വസ്ഥത തരില്ല. അതേസമയം അടുക്കി വെച്ച് ഒതുക്കമുള്ള ചിന്തകൾ, അടുക്കി വെച്ച് ഒതുക്കമുള്ള വൃത്തിയുള്ള ഒരു മുറി, ആർഭാടങ്ങൾ ഏതുമില്ല എങ്കിൽ പോലും തെളിച്ചമുള്ള ചിന്തകളുള്ള മനോഹരമായൊരു ജീവിതം. എത്ര രസകരമായിരിക്കുമല്ലേ അത്? എപ്പോഴും ലളിതമായി ചിന്തിക്കുന്നവർക്ക്, ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമാധാനം കൂടുതലാണെന്ന് പറയാറുണ്ട്. സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ലളിതമായ വഴികളിലൂടെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചവരുമുണ്ട്. ഏതായാലും ഈ ദിവസം നമുക്ക് നമ്മുടെ മനസ്സിലെ, ചിന്തകളിലെ ഒക്കെ മാലിന്യങ്ങളെ, പൊടികളെ, അഴുക്കിനെ ഒക്കെ പുറത്തേക്ക് കളഞ്ഞ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കാം. അതിമനോഹരമായൊരു മുറി പോലെ, ഒരു കൊച്ചുമുറി. ധാരാളം പുസ്തകങ്ങളുണ്ട്, പക്ഷെ പുതുമയോടുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അഴുക്കില്ലാതിരിക്കുന്ന പുസ്തകങ്ങൾ. ജനാലയുണ്ട്, ജനാലയ്ക്കപ്പുറത്ത് ഒരു വസന്തമുണ്ട്. സൂര്യപ്രകാശം കടന്നു വരുന്നുണ്ട്, കാറ്റ് നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്, കാറ്റിന് ഗന്ധവുമുണ്ട്. ഒതുക്കി വെക്കപ്പെട്ട, വൃത്തിയാക്കപ്പെട്ട മനോഹരമായൊരു മുറി പോലെ മനസ്സാകുന്ന മുറിയും ശുദ്ധമാക്കാം. ഒരിക്കലൊരു ഗുരുകുലത്തിൽ 3 ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിൽ നിന്ന് എല്ലാവിധ അറിവും നേടുവാനായി ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് പഠിച്ചിരുന്നു. ഗുരുവാണെങ്കിൽ ചില പ്രത്യേകമായ പരീക്ഷണങ്ങളിലൂടെയാണ് നിത്യവും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. ഒരു ദിവസം ഗുരു 3 ശിഷ്യന്മാരുടെ കയ്യിലും ഓരോ ഓട്ടക്കാലണ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറി നിറയ്ക്കണം. ഞാൻ ഇന്ന് രാത്രിയാകുമ്പോഴേക്കും നിങ്ങളുടെ മുറി കാണാൻ വരും. അപ്പോൾ ഈ തുകയ്ക്ക് നിങ്ങൾ മുറി നിറച്ചിട്ടുണ്ടാകണം എന്ന്. എന്ത് വസ്തു വേണമെങ്കിലും നിങ്ങൾക്കതിനായി വാങ്ങിക്കൂട്ടാം, പക്ഷെ മുറി നിറഞ്ഞിട്ടുണ്ടാവണം. ഇത് കേട്ട ശിഷ്യന്മാർ മത്സരബുദ്ധിയോടുകൂടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ശിഷ്യൻ കയ്യിലുള്ള ഓട്ടക്കാലണ നോക്കി. ഈ രൂപ കൊടുത്താൽ എന്താണ് ഒരു മുറി നിറയെ വാങ്ങാൻ കിട്ടുക? ഒരു പിടുത്തവും കിട്ടിയില്ല. ഒടുവിൽ ഒരു ഉപായം കണ്ടെത്തി. തൊട്ടടുത്തെ വാഴത്തോപ്പിൽ വാഴയെല്ലാം കൃഷി കഴിഞ്ഞ് കുലയെല്ലാം വെട്ടിയെടുത്ത അവസ്ഥയിലാണുള്ളത്. അതിൻ്റെ ഇലയും തണ്ടുമൊക്കെ വാടിക്കിടപ്പുണ്ട്. അതൊരുപാട് അവിടെ കിടപ്പുണ്ട്. ഈ ഓട്ടക്കാലണ ആ കൃഷിക്കാരന് കൊടുത്താൽ അവിടെ കിടക്കുന്ന ആ ചപ്പും ചവറുമെല്ലാം തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ തൻ്റെ മുറി നിറയ്ക്കാമല്ലോ എന്ന്. മറ്റൊരാൾ ആലോചിച്ചത് ഗോശാലയിലെ ചാണകം കൊണ്ട് മുറി നിറച്ചാലോ എന്നാണ്. കാരണം ഓട്ടക്കാലണയ്ക്ക് അതൊക്കെയല്ലേ നിറയ്ക്കാൻ പറ്റുള്ളൂ. ഏതായാലും അന്ന് വൈകുന്നേരം 3 ശിഷ്യന്മാരുടെയും മുറി കാണാനായി ഗുരുവെത്തി. ആദ്യത്തെ മുറി തുറക്കുമ്പോൾ കാണുന്നത് എന്താണ്? വാഴയിലയുടെ ചപ്പും കൂമ്പാരവും. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് കടന്നു. അവിടെ കാണുന്നതാകട്ടെ ദുർഗന്ധം വമിപ്പിക്കുന്ന ചാണകവും.
അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കടന്ന് മൂന്നാമത്തെ ശിഷ്യന്റെ മുറിക്കരികിലെത്തി. വാതിൽ തുറക്കുമ്പോൾ കണ്ടത് വൃത്തിയുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു മുറിക്കുള്ളിൽ ഒരു വിളക്കും ഒരു ചന്ദനത്തിരിയും തെളിയിച്ചു വച്ചിരിക്കുന്നു. ഗുരു ശിഷ്യനെ നോക്കി ചോദിച്ചു, എന്താണ് നീ ഈ മുറിയിൽ നിറച്ചിരിക്കുന്നത്? ഒപ്പം ആദ്യത്തെ 2 ശിഷ്യന്മാർ കൂടെയുണ്ട്. അവർ വായ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി. ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ ഈ മുറിയിൽ പ്രകാശവും ഗന്ധവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ ഓട്ടക്കാലണയാൽ വിളക്കിന് തിരിയും എണ്ണയും വാങ്ങിയിട്ട് ഒരു ചന്ദനത്തിരിയും തെളിയിച്ച് ആ ശിഷ്യൻ തൻ്റെ മുറിയിൽ പ്രകാശവും ഗന്ധവും നിറച്ചു. നമ്മളും അതുപോലെ നമ്മുടെ ഒഴിഞ്ഞ അകത്തളത്തിൽ, ശുദ്ധമാക്കിയ അകത്തളത്തിൽ, അടുക്കും ചിട്ടയുമുള്ള അകതാരിൽ ഒരു ദീപത്തെ തെളിയിച്ചു വയ്ക്കാം. ആ ദീപത്തെ തെളിയിക്കുവാനുള്ള പ്രകാശം ഈ പ്രഭാതം നമുക്ക് നൽകുന്നുണ്ട്. ഈ പ്രഭാതത്തിൻ്റെ ആദ്യത്തെ ദീപം നമ്മുടെ തിരുനാളത്തിലേക്ക് ഏറ്റുവാങ്ങാം. നമ്മളുടെ അകത്തെ വിളക്ക് തെളിയിക്കുക. അകത്താകെ പ്രകാശമായിരിക്കുമ്പോൾ, അകത്താകെ ശുദ്ധമായിരിക്കുമ്പോൾ നമ്മളും നിറഞ്ഞു നിൽക്കുന്നതായി, നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രത്യേകമായൊരു ഊർജം, ചൈതന്യം നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് പുറത്തേക്ക് കവിയുന്നതായി തോന്നും. അകത്ത് ഗന്ധത്താൽ നിറയ്ക്കുക, ഏറ്റവും പ്രിയപ്പെട്ട ഗന്ധത്താൽ. ആഹാ, അങ്ങനെ അകം നിറഞ്ഞ് അകത്തിൽ ഗന്ധത്തെയും പ്രകാശത്തെയും നിറച്ച് നമുക്കുണർന്നെഴുന്നേറ്റ് ഈ പ്രഭാതത്തിലേക്ക്, ഈ പകലിലേക്ക് കടന്നു ചെല്ലാം. ഉള്ളിൽ നിറയ്ക്കുവാൻ വേണ്ടതെല്ലാം കയ്യിലുള്ള ഓട്ടക്കാലണ കൊണ്ട് നേടിയെടുക്കാനാകുമെടോ. മനസ്സ് അതിനായി തയ്യാറായാൽ മതി. ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. അതിനാൽ ഉണർന്നെഴുന്നേൽക്കുക, ഈ ദിവസത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നോക്കൂ, സൂര്യൻ കാത്തു നിൽക്കുന്നില്ലേ? പുറത്ത് ആ ചെടികളും പക്ഷികളും ചിത്രശലഭങ്ങളുമൊക്കെ, ഈ ഭൂമിയിലെ മനോഹരമായതൊക്കെ കാത്തു നിൽക്കുന്നില്ലേ? അതെ, ഇന്ന് എൻ്റെ ദിവസമാണെന്ന് കരുതി ഞാനിതാ എന്നിൽ നിറയ്ക്കുന്നത് പ്രകാശമാണെന്നറിഞ്ഞ് എന്നിലെ ഗന്ധത്തെ ഞാൻ തന്നെ ആസ്വദിച്ച് ഈ ദിവസത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ആത്മബന്ധവും ഈ ദിവസം പ്രകാശമാനവും സുഗന്ധപൂരിതവുമായിരിക്കട്ടെ.